ടാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരു ഫണ്ണി എപ്പിസോഡാണ് കേട്ടോ ഇന്നത്തെ. അപ്പൊ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ബ്യൂട്ടി ടാസ്ക് ആണ്. അപ്പൊ ആരാണ് ഈ ടാസ്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മീനാക്ഷിയാണ്. ഹായ് പറഞ്ഞേ. അപ്പൊ മീനാക്ഷിയാണ് എന്റെ ബ്യൂട്ടി ടാസ്ക് ചെയ്യുന്ന ആൾ. ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കുഞ്ഞ് മേക്കപ്പ് ആണ് കേട്ടോ. മീനാക്ഷിക്ക് മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. മീനാക്ഷി എനിക്ക് തോന്നുന്നു ഒരു 2 വയസ്സായപ്പോ തൊട്ട് അവൾക്കൊരു മേക്കപ്പ് കിറ്റ് ഉണ്ട്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങനെ എന്തൊക്കെയോ ഐഷാഡോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന കാണാം. കൂടാതെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ വന്നിങ്ങനെ എത്തി നോക്കിയിട്ട് പറയും കണ്ണ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞിങ്ങനെ നോട്ട് ചെയ്യിപ്പിച്ച് ഇങ്ങനെ ഓർമ്മിപ്പിക്കും അത് ചെയ്തില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ നോട്ട് ചെയ്യുന്ന ഒരാളാണ്. ഓക്കെ സാരമില്ല. അപ്പൊ ഇന്ന് എന്താണ് മീനാക്ഷി എന്റെ മുഖത്ത് ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ പഠിപ്പിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ മീനാക്ഷിക്ക് എന്റെ മേക്കപ്പ് കിറ്റ് കൊടുക്കുന്നത് തന്നെ. എല്ലാ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ, വളരെ ചുരുക്കം ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ഞാൻ വച്ചിട്ടുള്ളൂ. കുറച്ച് ഫൗണ്ടേഷൻ, ക്രീം, പിന്നെന്താ പൊട്ട്, ലിപ്സ്റ്റിക്, പിന്നെ ഐബ്രോ പെൻസില്, ഹൈലൈറ്റിംഗ് സാധനങ്ങൾ. കോൺടൂറിംഗ് ഒന്നും വെച്ചില്ല, അത്രയും ഭയങ്കര സംഭവമായിട്ടില്ല അല്ലേ? അപ്പൊ നമുക്ക് തുടങ്ങാം. മീനാക്ഷി റെഡിയാണോ? ഓക്കെ. അപ്പൊ ആദ്യം മീനാക്ഷി അമ്മയ്ക്ക് എന്താ മേക്കപ്പ് ചെയ്തു തരാൻ പോകുന്നത്? അയ്യോ കാടും പാച്ചിന്ന് ചെയ്ത ഫൗണ്ടേഷൻ ക്രീമൊക്കെ എടുത്ത് ഇട്ടതാ എനിക്ക്. അവന് സോറി, ഞാൻ തുറന്നു കൊടുക്കണം. എല്ലാം ഞാനിവിടെ ഡിസ്പ്ലേക്ക് തുറന്നു വെക്കട്ടെ, ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. ഓക്കെ. ഇത്ര സാധനങ്ങൾ വെച്ചിട്ടാണ് മീനാക്ഷി അമ്മ എടുക്കാൻ പോകുന്നത്. മീനാക്ഷി എന്താ ആദ്യം വേണ്ടേ? അല്ല എന്താ ആദ്യം വേണ്ടെന്ന് പറയാം. തൊട്ട് കാണിക്കുക ഏതാ വേണ്ടെന്ന് മീനാക്ഷി. അമ്മ എടുത്തു തരാം. ശരി. ഇനി എങ്ങനെ തേക്കാൻ പോകുന്നത്? ഇങ്ങനെ തേക്കാൻ പോകുന്നില്ല. 2 കൈയൊക്കെ വെച്ച് തേക്കാൻ എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ വരുന്നു, അടിക്കാൻ വേണ്ടി വരുന്ന പോലെ. ഇത് ആയുർവേദിക് സെന്ററിലൊക്കെ പോകുമ്പോ മസാജ് ചെയ്യുന്നോണ്ടേ. ഹലോ, ഇത് ഒരു സൈഡ് എനിക്ക് ഇപ്പുറത്തുണ്ടല്ലോ അവള്. അയ്യോ ഇപ്പുറത്തിട്ട് എടി. ഇനി ഇത് നമ്മളെ കുളിപ്പിക്കുമ്പോ എണ്ണയും സോപ്പും ഒക്കെ പോവാൻ വേണ്ടി എണ്ണ പോവാൻ വേണ്ടി സോപ്പ് തേക്കുന്നല്ലോ ഒരച്ച. അയ്യോ അത് ഞാൻ കണ്ടില്ല കേട്ടോ. ഇങ്ങനെയൊക്കെ ചെയ്തു. കഴിഞ്ഞോ? ഇവിടെയൊക്കെ ഇടണല്ല. ഓക്കെ, ഇനി അവള് തന്നെ ബാക്കി സെറ്റ് ചെയ്തു സ്വന്തം കയ്യില്. ഇനി എന്താ ചെയ്യാൻ പോകുന്ന അടുത്തത്? അത് ഞാൻ ക്ലോസ് ചെയ്യാം. അടുത്ത എന്താ ചെയ്യാൻ പോകുന്നു? ഓക്കെ, അപ്പൊ ഇത് കഴിഞ്ഞു. ഇനി ഇത്ര സാധനങ്ങളുണ്ട്. ഇനി ഏതാ വേണ്ട മീനാക്ഷിക്ക്? ക്രീം കഴിഞ്ഞു. ഇനി ഇതിൽ ഈ കൂട്ടത്തിൽ ഇതില്ല. ഇനി ഇത്രയും കൂട്ടത്തിൽ എന്താ വേണ്ടേ? എടുത്തോ, ഏതാ വേണ്ടെന്ന് വെച്ചാൽ എടുക്ക്. വാഷു. ഓ സോറി, പുള്ളിക്കാരി ബ്രഷ് ആണ് ഉദ്ദേശിച്ചത്. സെറ്റ് ചെയ്യുവാണ് കേട്ടോ, എനിക്ക് വയ്യ. ഭയങ്കര വലിയ ഈ ആർട്ടിസ്റ്റ് ഒക്കെ ചെയ്യുന്ന പോലെ. നിങ്ങൾ എപ്പോ മേക്കപ്പ് ചെയ്യുമ്പോഴേ ക്ലെൻസിങ് മിൽക്കൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വേണം ഇരിക്കാൻ. ഞാൻ അങ്ങനെ ആയിരുന്നു ഇരുന്നത്. കണ്ണിന്റെ അകത്ത് മാത്രമേ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം മീനാക്ഷിക്ക് കണ്ണ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇനി ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ട അടുത്തത്? ഞാൻ പിടിച്ചു തരാം.
ഓക്കെ, ഇനി ഹൈലൈറ്റിംഗ് ഒക്കെ ചെയ്യാൻ പോവാ കേട്ടോ. മതി. ഈശ്വര, അപ്പം ഈ സൈഡ് മാത്രമാണ് ഇത് ഇടുന്നത് കേട്ടോ മീനാക്ഷി. ഓക്കെ, ഓക്കെ ഫിനിഷ്. ഇനി ഞാൻ ഇത് എഴുതിത്തരാം. ഇത് എഴുതിത്തരാം, തുറന്നു തരാം. ഇതെന്തുവാ? അത് പിന്നെ ലാസ്റ്റ് ചെയ്താൽ മതി. ഇത് ആൾക്ക് എഴുതാൻ അറിയത്തില്ലാന്ന് തോന്നുന്നു. ഫിനിഷ്. ഓക്കെ, പുള്ളിക്കാരിക്ക് കണ്ണ് വലിയൊരു ഐഡിയ ഇല്ല. ഓക്കെ, ഇനി അമ്മ ബ്ലാക്ക് ഡ്രസ് ഇട്ടേക്കുന്നോണ്ടാണോ ബ്ലാക്ക് എടുത്ത മീന? ഒരു കണ്ണില് കറുപ്പും ഒരു കണ്ണില് പർപ്പിളും. എന്റെ കണ്ണിന്റെ ക്ലോസ്. ഒരു കണ്ണില് കറുപ്പും ഒരു കണ്ണില് കറുപ്പും ഒരു കണ്ണില് പർപ്പിളും. ഏഷായി. താനെ തുറന്നു കേട്ടോ. എന്റെ ദൈവമേ, കോൺസെൻട്രേഷൻ കണ്ടോ? ഭയങ്കര കോൺസെൻട്രേഷൻ. ഇതിപ്പോ കഥകളിക്ക് വരച്ച പോലെ ഇല്ലേന്നൊരു സംശയം. ഫിനിഷ്. ഓക്കെ, ഇനി എന്താ ഉള്ള? സോറി, എന്റെ പൊട്ട് മാറ്റിക്കോട്ടെ. ഇട്ട് വെക്കണം. ഇവിടെ ഇരുന്നോ? എന്റെ അവസാനത്തെ ടച്ച് നിങ്ങളെല്ലാം കണ്ടല്ലോ. ഹൈലൈറ്റിംഗ് ലിപ്സ്റ്റിക്ക് കണ്ണിന്റെ മുകളില്, ഒരു കണ്ണില് പർപ്പിളും ഒരു കണ്ണില് ബ്ലാക്കും. ഭയങ്കര സംഭവമായിട്ട് വരും തോന്നുന്നു എനിക്ക് ഭാവിയിൽ. ഞാൻ ഈ ഫൈനൽ ലുക്ക് എനിക്ക് ഇപ്പൊ കാണാനായിട്ട് ഞാൻ നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഇത് പക്ഷേ എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാല് എന്തൊക്കെയോ അറിയാം കേട്ടോ പുള്ളിക്കാരിക്ക്. അതുകൊണ്ടാണല്ലോ ഈ ഐഷാഡോ ഒക്കെ കറക്റ്റ്. ഈ ഐഷാഡോവിന്റെ ഒരു കുഞ്ഞൊരു കളിപ്പാട്ട് അവളുടെ ടോയിലുണ്ട്. അപ്പൊ ആ ഒരു ഇതിലാണെന്ന് തോന്നുന്നു ഐഷാഡോ ഒക്കെ കറക്റ്റ് ആയിട്ട് ഇട്ടത്. ഫൗണ്ടേഷൻ ക്രീം എന്തോ ഇടുന്ന അറിയാം ആൾക്ക്. അത് കഴിഞ്ഞൊന്ന് സെറ്റാക്കി ഹൈലൈറ്റിംഗ് മാത്രമാണ് കുറച്ചൊന്ന് ഒരു ഓടായത്. അതുപോലെ തന്നെ ലിപ്സ്റ്റിക് ബാക്കിയെല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ മീന? പക്ഷെ എനിക്ക് ഉറപ്പാണ് ഭാവിയിലെ മീനാക്ഷി തന്നെയായിരിക്കും എനിക്ക് മേക്കപ്പ് ചെയ്യുന്ന എന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ പറഞ്ഞു ബൈ പറയുന്നു. അപ്പം ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞോട്ടെ. കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രായം വരെ നിങ്ങൾ കോസ്മെറ്റിക്സ്
കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അവരുടെ സ്കിന്നിന് ഇങ്ങനത്തെ കാര്യങ്ങൾ ഒട്ടും തന്നെ. ഒരു മിനിറ്റ് വാവേ, കഴിഞ്ഞില്ലടാ, കഴിഞ്ഞില്ല, ഷൂട്ടിംഗ് കഴിഞ്ഞില്ല, ഇനിയുണ്ട്. 2 മിനിറ്റ് വെയിറ്റ് ചെയ്യോ? അല്ല, 1 സെക്കൻഡ് നിങ്ങൾ പറഞ്ഞോട്ടെ. അപ്പം കോസ്മെറ്റിക് സാധനങ്ങൾ നിങ്ങൾ ഒരു പ്രായം എത്തുന്നവരെ കൊടുക്കാതിരിക്കുക. കാരണം അത് ഫൗണ്ടേഷൻസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് സ്കിന്നിന് ഭയങ്കരമായിട്ട് കേട് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഒരു പ്രായം വരെ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതാണ്. ഫംഗ്ഷനൊക്കെ പോകുമ്പോഴും വളരെ ലൈറ്റ് ആയിട്ട് നിങ്ങൾ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചിട്ട് മാത്രം അപ്ലൈ ചെയ്യുക. കാരണം ഇതൊന്നും സേഫ് അല്ല. നല്ല സ്കിന്നാണ് കുഞ്ഞുങ്ങളുടെ ഒരു പ്രായം എത്തുന്നവരെ. അപ്പം ഇതൊക്കെ നമ്മൾ കോസ്മെറ്റിക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ. അല്ലാതെ തന്നെ അവരെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പം അത് അവോയ്ഡ് ചെയ്താൽ നന്നായിരിക്കും. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.